തമിഴ്നാട് കരൂരിൽ വിജയുടെ റാലിക്കിടെയുണ്ടായ ആൾക്കൂട്ട ദുരന്തത്തിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു. അപകടത്തിന് പിന്നിൽ DMK നേതാക്കളാണ് എന്ന ഗുരുതര ആരോപണമാണ് TVKയുടേത്. എന്നാൽ ആളെ കൂട്ടി കരുത്ത് കാട്ടാൻ വിജയ് മനഃപൂർവ്വം കരൂരിലെ റാലിയിലെത്താൻ വൈകിയെന്നാണ് പോലീസ് FIR. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള TVKയുടെ ഹർജി മദ്രാസ് ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. വ്യാജ പ്രചാരണം നടത്തരുതെന്നും എല്ലാവരും ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. சோஷியல் மீடியாவில் சிலர் பரப்புற வதந்திகளையும் பொய் செய்திகளையும் பார்த்துட்டு தான் இருக்கேன். எந்த ஒரு அரசியல் கட்சி தலைவரும் தன்னோட தொண்டர்களும் அப்பாவி பொதுமக்களும் இறக்கிறத எப்பொழுதும் விரும்ப மாட்டாங்க. இந்த சம்பவத்தில் உயிரிழந்தவங்க எந்த கட்சி சார்ந்தவங்களாக இருந்தாலும் என்னை பொறுத்த வரைக்கும் அவங்க நம்மளோட தமிழ் உறவுகள். எனவே சோகமும் துயரமும் சூழ்ந்திருக்கக்கூடிய இந்த நிலையில் பொறுப்பற்ற முறையில் விஷமத்தனமான செய்திகளை തവറിക്കണമെന്ന് കേട്ട്. ദുരന്തത്തിൽ പരുക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾക്ക് കൂടി ഇന്ന് ജീവൻ നഷ്ടമായി. ഇതോടെ മരണം 41ആയി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അപകടത്തിനിരയായവരെ സന്ദർശിച്ചു. ഹേമമാലിനി MP-യുടെ നേതൃത്വത്തിൽ NDAയുടെ 8-അംഗ പ്രതിനിധി സംഘം കരൂരിലെത്തും. നമ്മുടെ പ്രതിനിധികൾ വിശദാംശങ്ങളുമായുണ്ട്. മുഹമ്മദ് റഹീസും സൂരജ് സജീവും. മുഹമ്മദ് റഹീസിലേക്കാണ് ആദ്യം. മുഹമ്മദ് റഹീസ്, ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായി ഒടുവിൽ വന്നിരിക്കുന്ന FIR-ന്റെ വിശദാംശങ്ങൾ, അതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് വിജയ്ക്കെതിരെയുള്ളത്. മനഃപൂർവ്വം പരിപാടിയിലേക്ക് വൈകിയെത്തി, അത് ആളെ കൂട്ടാനായിരുന്നു, അതാണ് ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് കലാശിച്ചത് എന്നതുൾപ്പെടെ, ഒപ്പം ഇവർക്ക് വെള്ളം പോലും നൽകാൻ തയ്യാറാകാതെ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചു. ഇങ്ങനെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ വിജയുടെയും ഒപ്പം മറ്റ് ചില നേതാക്കളുടെയും കൂടി പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ആരോപണമാണ് അല്ലേ? FIR-ന്റെ വിശദാംശങ്ങൾ എന്താണ്? അനുജ, വിളിച്ചു വരുത്തിയ ദുരന്തമെന്നാണ് FIR സൂചിപ്പിക്കുന്നത്. FIR-ലുള്ള ഓരോ വാക്കുകളും തമിഴക വെട്ടിക്കഴകത്തെയും പ്രത്യേകിച്ച് വിജയെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഓരോ കണ്ടെത്തലുകളും വാചകങ്ങളും ഒക്കെയാണ് FIR-ലുള്ളത്. അതിലേറ്റവും പ്രധാനം ഇത്തരത്തിൽ വിജയ് റാലിക്കെത്താൻ വൈകി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശക്തി തെളിയിക്കാൻ, അദ്ദേഹത്തിനൊപ്പം ഒരുപാട് പേരുണ്ടെന്ന് കാട്ടാൻ, അദ്ദേഹത്തിൻ്റെ കരുത്ത് കാട്ടാനൊക്കെ വേണ്ടി ആ റാലി മനഃപൂർവ്വം വൈകിപ്പിച്ചു, അല്ലെങ്കിൽ ആ ഉദ്ഘാടന സ്ഥലത്തേക്ക്, പ്രസംഗ സ്ഥലത്തേക്കൊക്കെ വരാൻ വളരെ താമസിച്ചു എന്നുള്ളതാണ് ഈ FIR-ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം. അങ്ങനെ അദ്ദേഹം വരാൻ താമസിച്ചതോടുകൂടി രാവിലെ മുതൽ കാത്തു നിൽക്കുന്ന ജനങ്ങൾ, വിജയ് എത്തുമെന്നറിയിച്ചത് 12 മണിക്ക്, 10 മണി മുതൽ ആളുകൾ വന്നു എന്ന് FIR-ലുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും ഏതാണ്ട് ഒരു 8 മണിക്കൂറിലധികമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ആ ആളുകൾ വെള്ളം പോലും കുടിക്കാതെ അവിടെ നിൽക്കുമ്പോൾ വിജയ് എത്താൻ വൈകി എന്നുള്ള ഗുരുതര കണ്ടെത്തൽ ഈ അപകടത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറിച്ച് വിജയ് എന്ന രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം ജനങ്ങളോട് പുലർത്തുന്ന ഒരു സമീപനം, അതിനെ കൂടി ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ FIR വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് TVK നേതാക്കളോട് ഇത്തരത്തിൽ ആളുകൾ കൂടുതലാണ്, ജനങ്ങൾ കൂടുതലായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, അപകട സാധ്യതയുണ്ട്, അത് പേരെടുത്തു തന്നെ അർജുനാദവയുടെ പേര് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കരൂരിലെ ഈസ്റ്റ് ജില്ലാ സെക്രട്ടറിയുടെ പേര് കൂടി പറയുന്നുണ്ട്. ഈ 2 നേതാക്കളോട് പോലീസ് ആവർത്തിച്ചു പറഞ്ഞിരുന്നു, ഇങ്ങനെ ആളുകൾ കൂടുതൽ എത്തിയിട്ടുണ്ട്, ഇവിടെ അപകട സാധ്യതയുണ്ട്, വിജയ് സംസാരിക്കുന്ന സ്ഥലം, ഒപ്പം തന്നെ വിജയ് എത്തുന്ന സമയം, ഇത് സംബന്ധിച്ച് കൃത്യത പാലിക്കണം, അല്ലെങ്കിൽ അത് വേഗത്തിലാക്കണം എന്നുള്ള കാര്യം ഇവരോട് ആവർത്തിച്ചു പറഞ്ഞിട്ടും ഇവർ ഗൗനിച്ചില്ല എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് കുടിക്കാൻ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ലഘുഭക്ഷണമോ പോലും കൊടുക്കാതെ TVK പ്രവർത്തകർ ഇവരെയൊക്കെയും പല ഈ ഷെഡുകളുടെ മുകളിലും ഷീറ്റുകളുടെ മുകളിലുമൊക്കെ ഇരുത്തി, പോസ്റ്റുകളുടെ മുകളിലുമൊക്കെ ഇരുത്തി എന്നുള്ളത് കൂടിയാണ് ഈ FIR-ൽ പറയുന്നത്. അതിന് മുൻപുണ്ടായ ചെറിയ അപകടങ്ങളൊക്കെയും FIR-ൽ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് മരത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഈ പാർട്ടി പ്രവർത്തകരും ആരാധകരും ഒക്കെ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് കൊമ്പൊടിഞ്ഞു വീണ് അപകടമുണ്ടായതും, ഒപ്പം തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഷീറ്റ് മേഞ്ഞ ബിൽഡിങ്ങുകൾക്ക് മുകളിൽ കയറിയിരുന്നിട്ട് അത് തറയിൽ വീണ് അവിടെ അപകടമുണ്ടായതും ഒക്കെ എടുത്തു പറയുന്ന ഒരു FIR-ആണ്. ആ FIR ഇത് പൂർണ്ണമായും TVKയുടെ വീഴ്ചയാണ്, വിജയുടെ വീഴ്ചയാണ്, വരുത്തിവെച്ച വിനയാണ്, ഒഴിവാക്കാൻ പറ്റുന്ന അപകടമായിരുന്നു. ഇതൊക്കെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിജയെയും TVKയും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന, പോലീസിനെ സംരക്ഷിച്ചു നിർത്തുന്ന, അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് കാണിക്കുന്ന FIR-ആണ് നിലവിൽ ഇവിടെ നിന്ന് പുറത്തു വരുന്നത്. ഈ FIR-ൽ വിജയി പ്രതി ചേർത്തിട്ടില്ല. പ്രധാനമായിട്ടും 3 പ്രതികളാണുള്ളത്. അതിൽ വിജയി ഇല്ല. TVK ജനറൽ സെക്രട്ടറി N ആനന്ദാണ്. നേതാക്കളുടെ പട്ടിക എടുത്തു നോക്കിയാൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് N ആനന്ദാണ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് കേസെടുത്ത ആ കേസിലെ
FIR വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് TVK സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ന നിലയിലും വിജയെ സംബന്ധിച്ചൊരു നേതാവ് എന്ന നിലയിലും അത് വലിയ ക്ഷീണം ചെയ്യുന്നതാണ്. ഈ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി അത് കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി തനിക്ക് ആളുണ്ടെന്ന് കാണിക്കാൻ, തൻ്റെ പാർട്ടിക്ക് പിന്തുണയുണ്ടെന്ന് കാണിക്കാൻ, പാർട്ടിക്ക് ശക്തിയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി വിജയ് ഇത്രയും നേരം മനഃപൂർവ്വം വൈകിപ്പിച്ചു. അതിനിടയിൽ പലതവണ വാഹനം നിർത്തി വിജയ് ആളുകളെ കണ്ടു. ആ വാഹനം മുന്നോട്ട് പോകാൻ പോലും കഴിയുന്നില്ല എന്നുള്ളൊരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ, അത്തരത്തിലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ അതിനാണ് വിജയ് ശ്രമിച്ചതെന്നാണ് പ്രധാനമായിട്ടും ഈ അതിനിടെയാണ് റഹീസ്, നമുക്കറിയാം ഇന്നലെ തന്നെ ഒരു ആരോപണം TVK ഉന്നയിച്ചതിൽ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്, കല്ലേറുണ്ടായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ അത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്, ഇതൊക്കെ തെളിവുകളാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഇന്ന് കുറച്ചുകൂടി ഗൗരവത്തിലുള്ള ഒരു ആരോപണവുമായാണല്ലോ TVK എത്തിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ, ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ DMK ആണ്. ഈ സംഭവം, ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായെന്നൊക്കെ അവരുടെ ഒരു സംശയമായി അവർ പറയുകയാണ്. ഗുരുതരമായ ആരോപണമാണ്. അതിൽ സെന്തിൽ ബാലാജി MLA ആണ് ഇതിൻ്റെ ആസൂത്രകൻ എന്ന തരത്തിലേക്ക് അങ്ങേയറ്റം ഗൗരവത്തിലുള്ള ഒരു ആരോപണമല്ലേ ഉന്നയിച്ചിട്ടുള്ളത് TVK? അനുജ, ഇത് സെന്തിൽ ബാലാജി MLAയും അദ്ദേഹത്തിന്റെ ഗുണ്ടകളും കൂടി വരുത്തിവെച്ച അപകടമാണ്, അവരുടെ ഗൂഢാലോചനയിൽ ഉണ്ടായ ഒരു അപകടമാണ് എന്നാണ് TVK പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. അത് ഇന്നലെ അർജുൻ അഥവാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് TVKയുടെ ഭാഗമായി നൽകിയ ഹർജിയാണ്. നമ്മളൊക്കെയും ഇന്ന് പരിഗണിക്കപ്പെടുമെന്ന് കരുതിയിരുന്ന ആ ഹർജിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഹർജിയുടെ പകർപ്പ് ലഭിക്കുമ്പോൾ കിട്ടുന്ന വിവരങ്ങളാണ്. അത് വലിയ ആരോപണമാണ്. സർക്കാരിനെതിരെ, DMK എന്ന പാർട്ടിക്കെതിരെ, സെന്തിൽ ബാലാജി എന്ന നേതാവിനെതിരെ ഒക്കെയും ഇപ്പോൾ TVK ഉയർത്തുന്നത് വലിയ ആക്ഷേപമാണ്. അതായത് സെന്തിൽ ബാലാജിയുടെ ഈറ്റില്ലമാണ് കരൂർ. ഒപ്പം തന്നെ ആ മേഖല ഒന്നാകെ DMKയുടെ കയ്യിൽ ഭദ്രമായിരിക്കുന്നത് സെന്തിൽ ബാലാജിയിലൂടെയാണ്. അദ്ദേഹം നേരത്തെ ADMKയുടെ നേതാവായിരുന്നു. അതിനുശേഷം വന്ന സ്റ്റാലിൻ്റെ വിശ്വസ്തനായി ഒരു വലിയ കേസിൽപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോഴും അഴിമതി ആരോപണം നേരിടുമ്പോഴും ഒക്കെ സ്റ്റാലിൻ ചേർത്ത് പിടിച്ച നേതാവാണ്. അതിനുശേഷം തൊട്ടടുത്ത ആഴ്ച ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്റ്റാലിൻ വീണ്ടും മന്ത്രിയാക്കിയ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെയാണ് വിജയ് അന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, സെന്തിൽ ബാലാജിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അവിടെ അപകടമുണ്ടായത് എന്നാണ് TVK ഇപ്പോൾ പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം, ഈ സെന്തിൽ ബാലാജിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഈ റാലിയിലേക്ക് നുഴഞ്ഞു കയറുന്നു, ഇടിച്ചു കയറുന്നു. ശേഷം അവർ വിജയ്ക്ക് നേരെ കല്ലെറിയുന്നു, ചെരുപ്പെറിയുന്നു. അങ്ങനെ ആ സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള അപകടം മുഴുവൻ ഉണ്ടായതെന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് വലിയൊരു ആരോപണം എന്തെന്നാൽ, ഈ അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് ആശുപത്രികൾ സജീവമായിരുന്നു എന്ന് പറയുന്നു. അതായത് ഈ അപകടത്തിൽപ്പെട്ടവരെ പ്രവേശിപ്പിച്ചിരിക്കുന്ന കരൂർ ഗവൺമെന്റ് ആശുപത്രി ഉൾപ്പെടെയുള്ളവ അപകടം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ എന്തോ ഒന്നിനു വേണ്ടി സജ്ജീകരിച്ചു വെച്ചിരുന്നു എന്ന് ആ ഒരു ഹർജിയിൽ പറയുന്നുണ്ട്, TVKയുടെ ആരോപണമായി പറയുന്നുണ്ട്. അപ്പോൾ അതും ഗുരുതരമായിട്ടുള്ള ഒന്നാണ്. പിന്നീട് മറ്റൊന്നെന്തെന്നാൽ, ഈ സെന്തിൽ ബാലാജി 5 മിനിറ്റകം തന്നെ ആശുപത്രിയിൽ വരുന്നു, മാധ്യമപ്രവർത്തകരെ കാണുന്നു, അദ്ദേഹം ബൈറ്റ് നൽകുന്നു, മന്ത്രിമാരുടെ പട അവിടേക്ക് എത്തുന്നു. അങ്ങനെ വലിയൊരു മുന്നൊരുക്കം തന്നെ നടത്തി ഉണ്ടാക്കിയെടുത്ത ഒരു ഗൂഢാലോചന എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ മാറുന്നത്. അത്തരത്തിലാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. TVKയുടെ ആരോപണം അങ്ങനെ മാറുന്നു. അതിനെ കൊണ്ടുപിടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അങ്ങനെ വലിയ വിമർശനങ്ങൾ പാർട്ടികൾക്കിടയിൽ ഉണ്ടാകുന്നു. അതുകൊണ്ടുകൂടിയാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം ഒരു വീഡിയോ പുറത്തിറക്കിയത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, മരിച്ചത് ഏത് പാർട്ടിക്കാരായാലും അവർ തമിഴ്നാട്ടുകാരാണ്, തമിഴ് സ്വദേശികളാണ്, തമിഴ് മണ്ണിൻ്റെ മക്കളാണ്. അപ്പോൾ അവരെ വെച്ചുകൊണ്ട് നിങ്ങളൊരു വിദ്വേഷ പ്രചാരണങ്ങളും നടത്തരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭിന്നത വരുത്തുന്ന പ്രവർത്തനങ്ങളൊന്നും നടത്തരുത്, പരാമർശങ്ങൾ ഉണ്ടാകരുതെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു. അതായത് ഇതൊരു വരുത്തിവെച്ച വിനയാണ് എന്ന് പോലീസ് പറയുന്നു. അല്ല, ഇത് സ്പോൺസർ ചെയ്ത, DMK സ്പോൺസർ ചെയ്ത ഒരു അപകടമാണ്, സെന്തിൽ ബാലാജിയെ മുൻനിർത്തി DMK കൊണ്ടുവന്ന ഒരു അപകടമാണ് എന്ന നിലയിലേക്ക് ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു അന്വേഷണം വേണം, CBI അന്വേഷിക്കണം, ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം എന്നൊക്കെയുള്ള ആവശ്യവുമായി സർക്കാർ അന്വേഷണത്തിലൂടെ ഇത് തെളിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ TVK സമീപിച്ചത്. ഇന്ന് ഹർജി പരിഗണിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷേ അതിന് കോടതി തയ്യാറായില്ല. ആ തരത്തിലൊരു തിരിച്ചടി TVKക്ക് ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വെള്ളിയാഴ്ച അത് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഗുരുതരമായ കാര്യങ്ങളുമായി പോലീസിന്റെ FIR ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറ്റൊരിടത്താണ് ഇങ്ങനെയുള്ള ആരോപണവും വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ കോടതിയുടെ നിലപാട്, കോടതിയുടെ തീരുമാനം, അതും വളരെ നിർണായകമാകും അല്ലേ മുഹമ്മദ് റഹീസ്?
അനുജ, ഇക്കാര്യത്തിൽ കോടതിയുടെ നിലപാട്, കോടതി പരാമർശങ്ങൾ, കോടതി ഉദ്ദേശിക്കുന്ന ഓരോ കാര്യങ്ങൾ, കോടതി ആരെയൊക്കെ ഏതൊക്കെ രീതിയിൽ വിമർശിക്കുന്നു, ആരെയൊക്കെ കോടതിയുടെ വിമർശനം കുറയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായ ഒന്നായി മാറും. അതായത് കോടതി നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ കോടതി പറയുന്നതിനനുസരിച്ച് മാത്രം കേസുമായി മുന്നോട്ട് പോകുക എന്നുള്ളൊരു നിലപാടാണ് DMK-ക്കൊപ്പം ഉള്ളത്. അതായത് കേസ് എടുത്തിട്ടുണ്ട്, 3 നേതാക്കൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അതിൽ N. ആനന്ദ് എന്ന TVKയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വിജയ്ക്കെതിരെ ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, അദ്ദേഹത്തിനെ പ്രതിയാക്കിയിട്ടില്ല. അപ്പോൾ വിജയിയെ പ്രതിയാക്കാത്തതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോഴും TVK എടുക്കുന്ന സ്റ്റാൻഡ്, ഇപ്പോൾ വിജയിയെ പ്രതിയാക്കിയാൽ നാളെ കോടതിയിൽ സർക്കാരിനെതിരെ പരാമർശമുണ്ടായാൽ, പോലീസിനെതിരെ പരാമർശമുണ്ടായാൽ സ്വാഭാവികമായിട്ടും വിജയ്ക്ക് അവിടെ വലിയൊരു പരിവേഷം കിട്ടും. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് അതൊരു വലിയ എഡ്ജ് കൂടിയാകും. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയത്ത് വിജയ്ക്ക് അങ്ങോട്ടൊരു എഡ്ജ് കൊടുക്കേണ്ട, അദ്ദേഹത്തിനൊരു പിടിവള്ളി ഇട്ട് കൊടുക്കേണ്ട എന്നുള്ള നിലപാടിലാണ് DMK ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് വിജയ്ക്കെതിരെ കേസെടുക്കുന്നതും DMK നേതാക്കളുടെ പ്രതികരണങ്ങൾ, ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണമായിക്കോട്ടെ, മറ്റ് DMK നേതാക്കൾ നടത്തുന്ന പ്രതികരണമായിക്കോട്ടെ, അവരൊക്കെയും വളരെ കരുതലോടെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. ഒരു തരത്തിലും ഒരു അപകടം രാഷ്ട്രീയ മുതലെടുപ്പിന് തങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് പൊതുമധ്യത്തിൽ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് DMK നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അവർ പല തോതിൽ അല്ലാതെ മറുപണികളൊക്കെ വിജയ്ക്കെതിരെ ചെയ്യുന്നുണ്ട് എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവർ കൃത്യമായി ഈ ഒരു വിഷയത്തിനെ വലിയ തോതിൽ വലിയ വിമർശനം നടത്തേണ്ട, കടുത്ത ഭാഷയിൽ വിമർശിക്കേണ്ട, കരുതലോടെയാണ് ഈ വിഷയത്തെ DMK സമീപിക്കുന്നത് എന്നതാണ് മുഹമ്മദ് റഹീസ് അവിടെ നിന്ന് സൂചിപ്പിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.